ഇന്നൊരു സ്പെഷ്യൽ ബിരിയാണിയാണ്. റേഷൻ അരി വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. സാധാരണ ബിരിയാണി റൈസ് വെച്ച് ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 2 ഗ്ലാസ് റേഷൻ അരിയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകണം. ഒരു 5 തവണയെങ്കിലും നന്നായിട്ട് കഴുകി വെള്ളം നല്ല ക്ലീനായി വരുന്നവരെ കഴുകണം. അത് കഴുകിയതിന് ശേഷം നല്ല ചൂടുവെള്ളം കൊണ്ട് 2 തവണ കഴുകണം. അപ്പോൾ അരി നമ്മൾ കഴുകുന്ന സമയത്ത് തന്നെ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വയ്ക്കുക. അപ്പോൾ അരി നമ്മൾ ഒരു 5 തവണ കഴുകി കഴിയുമ്പോഴേക്കും ഈ വെള്ളം ചൂടായിട്ടുണ്ടാവും. ഇനി ആ ചൂടുവെള്ളം കൊണ്ട് 2 തവണ നല്ലോണം കഴുകുക. അപ്പം ഇങ്ങനെ കഴുകുമ്പോൾ ആ റേഷൻ അരിക്ക് ഉണ്ടാകുന്ന ആ മണം ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നന്നായിട്ട് പോയി കിട്ടും. ഇപ്പം നമ്മൾ സാധാരണ ചോറ് വെക്കുമ്പോൾ ഇതുപോലെ ചെയ്താൽ ആ ചോറിനുണ്ടാകുന്ന ആ മണമൊന്നും ഉണ്ടാവില്ല. സാധാരണ ചോറ് കുക്കറിലിട്ട് വെക്കാറ് സാധാരണ കുക്കറിലിട്ട് വെക്കും. പക്ഷേ ഈ ബിരിയാണിക്ക് അത്രത്തോളം വേവണ്ട. അപ്പം അതുകൊണ്ട് കുക്കറിനെ മൂടി അല്ലാതെയാണ് ഇവിടെ ചോറ് വയ്ക്കുന്നത്. അപ്പം അതിന് വേണ്ടി കുക്കറിൽ തന്നെയാണ് ഞാൻ വെക്കുന്നത്. കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞളും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വെള്ളം ചൂടായി വരുമ്പോൾ തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ കഴുകി വെച്ച അരി അതിലിട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ കുക്കറിൻ്റെ മൂടിയല്ല വെക്കുന്നത്, വേറൊരു മൂടി വെച്ചിട്ടാണ് ഞാൻ വേവിക്കുന്നത്. ഇടയ്ക്ക് തുറന്ന് നോക്കണം, വേവ് കൂടാൻ പാടില്ല. അരി ഒരു 1/4 വേവ് ആവുമ്പോൾ അത് നമ്മൾ ഓഫ് ചെയ്യണം. ഇനി മസാല തയ്യാറാക്കാൻ വേണ്ടി ഒരു സവാള, ഒരു തക്കാളി, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക്, ചെറുനാരങ്ങ, ഇത്രയും സാധനം വേണം. ഇനി അതിലേക്ക് ചേർക്കേണ്ട പൊടികളാണ്: 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്, 1 സ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്. പിന്നെ അതിൻ്റെ റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ളത് പട്ട, ഗ്രാമ്പൂ, കുരുമുളക്, ഏലക്കായ, പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടെ ചേർക്കണം. റൈസ് റെഡി ആകുമ്പോഴേക്കും മസാല തയ്യാറാക്കാൻ നോക്കാം. അതിന് വേണ്ടി കുക്കറിൽ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച സവാള ചെറുതാക്കി മുറിച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് വഴറ്റിയെടുക്കുമ്പോഴേക്കും ഇവിടെ ചോറ് എന്താ നോക്കാം. ചോറ് വേവായിട്ടുണ്ട്. പിടിച്ച് നോക്കുമ്പോൾ ഒന്നിങ്ങനെ മുറിയണം, അത്രയും മതി. നല്ല വേവാവരുത്, 1/4 ഭാഗം ആവാൻ പാടുള്ളൂ. എന്നിട്ട് ആ ചോറെടുത്തിട്ട് അതിലേക്ക് പച്ചവെള്ളം ഒഴിച്ച് 2 തവണ ആ വെള്ളം കളയണം. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ആ അരികൾ തമ്മിൽ തീരെ ഒട്ടിപ്പിടിക്കില്ല, നല്ല ചോറായിട്ട് കിട്ടും. എന്നാൽ അതൊന്ന് വാർത്ത് വയ്ക്കാം. ഞാൻ ചോറ് വാർക്കുകയാണ്. ഊറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ചോറ് വാർത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ സവാള ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. സവാള ആയിട്ടില്ല, അപ്പോഴേക്കും നമുക്ക് നമ്മുടെ റൈസ് ഒന്നും കൂടെ റെഡിയാക്കാനുണ്ട്. അപ്പം അതിൽ നമ്മൾ ഈ വെള്ളം കളയുന്നത് കൊണ്ട് അതിൽ ബട്ടറോ അതൊന്നും ചേർത്തിട്ടില്ല, വേവിക്കാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഒരു പാത്രത്തിൽ, ചൂട് കട്ടിയുള്ളൊരു പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, കുരുമുളക് എത്രയും ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് ഈ ചോറ്, നമ്മൾ നേരത്തെ വാർത്ത് വെച്ച ചോറ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നാൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പ് കുറവാണ് അല്ലെങ്കിൽ മഞ്ഞൾ കുറച്ചും കൂടെ വേണമെന്നൊക്കെ തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളത്തിൽ ഇത് കലക്കിയിട്ട് അതിൽ മേലെ ഒന്ന് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി. അവിടെ ചോറ് ഒന്ന് റെഡി ആകുമ്പോഴേക്കും ഇവിടെ ഉള്ളി വഴറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചിയും ചതച്ചതും നമ്മളെടുത്ത് വെച്ച മസാലയും ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ആ ചിക്കനും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് എടുക്കാം. ഇനി അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞു കൊടുക്കാം. പിന്നെ 1.5 സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കണം. പിന്നെ നേരത്തെ എടുത്ത് വെച്ച മല്ലിച്ചപ്പ്, കറിവേപ്പിൻ്റെ ഇല, പുതിന ഇല അതൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. എന്ന് അടച്ച് വെച്ച് വേവിക്കണം. വേവ് കുറഞ്ഞ ചിക്കനാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഒരു 4 വിസിൽ അടിച്ച് വേവിച്ചാൽ മതി. തയ്യാറാക്കി വെച്ച റൈസ് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ പാത്രത്തിൽ തന്നെയാണ് നമ്മളിത് ദമ്മിടുന്നത്, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ മാറ്റുന്നത്. ഇപ്പോൾ ചിക്കനൊക്കെ 4 വിസിലടിച്ചു, ആവി റെഡി ആയിട്ടുണ്ട്, ആവിയൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് ചിക്കനൊന്ന് തുറന്ന് നോക്കാം. ഇതിൽ കുറച്ച് വെള്ളമുണ്ട്, ഒരു ഗ്രേവി മാതിരിയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് വെള്ളം വേണം. ഇത് ഇനി ഒന്നും കൂടെ ഒരു 10 മിനിറ്റ് സിമ്മിലിട്ട് വേവിക്കാനും കൂടെ ഉണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം വേണം, അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും. അപ്പോൾ ഇത് നമ്മൾ ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ മേലെ അത് പരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെയാണ് നമ്മൾ റൈസ് നന്നായിട്ട് ഇങ്ങനെ പരത്തി ഇട്ട് കൊടുക്കണം. അപ്പോൾ റൈസ് കണ്ടാൽ തന്നെ അറിയാം, നല്ല മറ്റേ സാധാരണ ബിരിയാണി വെക്കുന്ന റൈസ് പോലെ തന്നെ ഒന്നും ഒട്ടിപ്പിടിക്കാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ അങ്ങനെ പരത്തി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനൊന്ന് ജസ്റ്റ് ഒന്ന് സ്പൂൺ കൊണ്ടോ എന്തെങ്കിലും കൊണ്ടൊന്ന് അമർത്തി വെച്ച് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ നെയ്യ് കുറച്ച് ഒഴിച്ചു കൊടുക്കണം.
എന്നിട്ട് ഇത് അടച്ച് വെച്ച് സിമ്മിലിട്ട് ഒരു 10 മിനിറ്റ് വേവിക്കണം. ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ഒരു സവാള ഇട്ട് സവാള ഫ്രൈ ചെയ്ത് ബിരിയാണിയുടെ മുകളിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ 10 മിനിറ്റ് സിമ്മിലിട്ടിട്ട് വേണം വേവിക്കാൻ. അടി പിടിക്കാതിരിക്കാൻ നന്നായി ശ്രദ്ധിക്കണം. സിമ്മിലിട്ടിട്ട് വേണം വേവിക്കാൻ. 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളത് ഓഫ് ചെയ്യണം. തീ ഓഫ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് വീണ്ടും ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്താൽ മതി. അപ്പോഴേക്കും ബിരിയാണി കറക്റ്റ് പാകമായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും റേഷൻ അരിയൊക്കെ ഉള്ളൊരു സമയമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റി ആയിട്ട് തന്നെയുള്ള ഒരു ബിരിയാണിയാണ്. നമ്മൾ ആ റൈസ് ഉണ്ടാക്കുന്നതിലുള്ള ആ ഒരു കാര്യം മാത്രമേ ഇതിൽ ശ്രദ്ധിക്കാനുള്ളൂ. ബാക്കിയെല്ലാം സാധാ ബിരിയാണി വെക്കുന്ന അതേപോലെ തന്നെയാണ്. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. സാധാരണ ബിരിയാണിയുടെ അതേപോലെ തന്നെയാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും റൈസ് ഒന്നും മുട്ടിപ്പിടിക്കുന്നില്ല. നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം. നമുക്കിതൊന്നൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.